പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 17-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 14-ാം വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സ് 14 നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. യേശു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ യെരുശലേമിലേക്കുള്ള യാത്രയിലാണ്. ശമര്യയ്ക്കും ഗലീലയ്ക്കും ഇടയിൽ കൂടെ ഒരു ഗ്രാമത്തിൽ കൂടെ യേശു കടക്കുമ്പോൾ 10 പുരുഷന്മാർ, അവരുടെ പ്രത്യേകത അവർ കുഷ്ഠരോഗികളാണ്. അവർ യേശു അതുവഴി പോകുന്നു എന്നറിഞ്ഞ് അകലെ നിന്നുകൊണ്ട് അവർ ഉറക്കെ യേശു കേൾക്കെ, യേശുവേ നായക, ഞങ്ങളെ വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, അർത്ഥാൽ ഞങ്ങളെ ഈ കുഷ്ഠരോഗത്തിൽ നിന്നും വിടുവിക്കണമേ. ഈ നിലവിളി, ഇവരുടെ ഈ അപേക്ഷ യേശു കേട്ടിട്ട് അവരോട് പറയുന്ന ഭാഗവും അവർ ചെയ്യുന്ന ഭാഗവും ആ സമയത്ത് സംഭവിച്ചതുമാണ് ഇന്ന് വാഗ്ദത്ത വചനമായി നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇവരുടെ ഈ അപേക്ഷ കേട്ട് യേശു അവരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ പോയി പുരോഹിതന് കാണിച്ചുകൊള്ളുക. അവർ പോകയിൽ തന്നെ ശുദ്ധരായി തീർന്നു. നാം ഇതിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ 10 കുഷ്ഠരോഗികൾ അകലെ നിന്നുകൊണ്ടാണ് യേശു കേൾക്കെ ഉറക്കെ നിലവിളിച്ച് പറയുന്നത്. കാരണം കുഷ്ഠരോഗികൾക്ക് അന്നും ഇന്നും സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യഹൂദന് ന്യായപ്രമാണം പ്രത്യേക നിയമങ്ങളുണ്ട്. കുഷ്ഠരോഗം മാറിയാലും അത് മാറി എന്ന് ഡിക്ലെയർ ചെയ്ത് ഇവൻ ശുദ്ധനായി എന്ന് പൊതുജന സമക്ഷം പറയേണ്ടത് പുരോഹിതനാണ്. ആ പുരോഹിതൻ പറയാത്തിടത്തോളം കാലം ആര് ഈ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്താലും സമൂഹം അത് അംഗീകരിക്കുകയില്ല. ഇത് അറിയാവുന്ന യേശു നിങ്ങൾക്ക് സൗഖ്യം വരട്ടെ, നിങ്ങളുടെ കുഷ്ഠരോഗം മാറട്ടെ, നിങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, ഇങ്ങനെയുള്ള ആശ്വാസകരമായ ഒരു വാക്കും പറയാതെ, അഥവാ നമ്മുടെ കേൾവിക്ക് വിടുതൽ കിട്ടി എന്ന് വിശ്വസിക്കുമാറ് ഒരു പദപ്രയോഗങ്ങളും പ്രത്യേക ഒരു ക്രിയകളും പ്രവൃത്തികളും ചെയ്യാതെ യേശു അവരോട് ഒറ്റ വാക്കിൽ പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക. ഈ കുഷ്ഠരോഗികൾ എന്താണ് പ്രിയമുള്ളവരെ ചെയ്ത്? ഇവർ യേശു പറഞ്ഞത് അതുപോലെ അനുസരിച്ച് അവർ പുരോഹിതന്മാരെ തങ്ങളെ തന്നെ കാണിക്കേണ്ടതിന് യാത്രയായി. 2024 സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, ക്രിസ്തീയ പാരമ്പര്യവും ആത്മീയമായിട്ടുള്ള അനേകം മുന്നേറ്റങ്ങളും
വിശ്വാസത്തിന്റെ നയപ്രഖ്യാപനങ്ങളും ഒക്കെ നാം പറയാറുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷേ ഈ കുഷ്ഠരോഗികളിൽ ഒരാളുടെ വിശ്വാസം എന്നിലും നിങ്ങളിലുമുണ്ടോ? ഇവർ 10 പേരും സൗഖ്യമായി. അത് യേശു തന്നെ ചോദിക്കുന്നുണ്ട്. 10 പേര് സൗഖ്യമായിട്ട് ഒരുവൻ മാത്രം, അതും ശമരിയക്കാരൻ മാത്രം മടങ്ങി വന്നു. പലപ്പോഴും നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ആ ഭാഗമാണ് എടുത്ത് കേൾക്കാറുള്ളത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ആ ഭാഗമല്ല, മറിച്ച് എന്റെയും നിങ്ങളുടെയും വിടുതലിന്റെ തടസ്സം എവിടെയാണ്, എന്താണ്, എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. നാളുകളായി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. മക്കളുടെ വിഷയം, മരുമക്കളുടെ വിഷയം, കൊച്ചുമക്കളുടെ വിഷയം, ബിസിനസ് വിഷയം, അതുപോലെ തന്നെ സാമ്പത്തിക കടബാധ്യത വിഷയം, ആരോഗ്യ വിഷയം, ജോലി വിഷയം, വീസ വിഷയം എന്നു വേണ്ട ആത്മീയ വിഷയം ഉൾപ്പെടെ സകലവും പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഒന്നിനും നീക്കുപോക്കില്ല, ഒരു മാറ്റവുമില്ല. എന്താ കാര്യം? നമ്മുടെ വിശ്വാസം അത്ര മാത്രമേ ഉള്ളൂ. ഈ 10 കുഷ്ഠരോഗികളും യേശുവിൽ വിശ്വസിച്ച് അവർ നിലവിളിക്കുക മാത്രമല്ല ചെയ്തത്. യേശു അവരോട് പറഞ്ഞത് അവർ കേൾക്കുക മാത്രമല്ല ചെയ്തത്, അവർ അതനുസരിച്ച്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊട്ടനെ പോലെ അവർ പുരോഹിതരെ തങ്ങളെ തന്നെ കാണിക്കുവാനായി യാത്രയായി. നമ്മൾ ഈ ആദ്യത്തെ 2 കാര്യം ചെയ്യും. നിലവിളിക്കും, പറയുന്നത് കേൾക്കും, പക്ഷേ അനുസരിക്കുകയില്ല. അവിടെയാണ് നമ്മുടെ ചില ഇൻഗ്രീഡിയൻസ് അതിനകത്തിൽ നാം കലർത്തും. പിന്നെ അങ്ങനെ അങ്ങ് കേൾക്കാൻ പറ്റുമോ? നമുക്കും ദൈവം ബുദ്ധി തന്നിട്ടില്ലേ? പിന്നെ എന്തിനാ ഇത്രയും പഠിച്ചത്? നമുക്കും അറിയാമല്ലോ. ഇങ്ങനെയുള്ള കുറെ ന്യായങ്ങളും ഉപന്യായങ്ങളും നാം ദൈവം പറയുന്നതിനകത്ത് കുത്തിക്കലർത്തി കഴിയുമ്പോൾ നമ്മുടെ കുഷ്ഠം അന്നും ഇന്നും എന്നും മാറാതെ കുറച്ചുകൂടെ വേഴ്സായി, ഭീകരമായി നമ്മിൽ തുടരുകയാണ്. അതിനേന് കണ്ണുനീര് മാറിയിട്ട് സമയമില്ല, കുടുംബത്തിൽ സമാധാനമില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അലോഹ്യം. വിദൂരങ്ങളിലായിരിക്കുന്ന മക്കൾക്ക് സ്വസ്ഥതയില്ല, അവർക്കൊരു മേൽഗതിയില്ല, അവർക്കൊരു ഉയർച്ചയില്ല. എന്താണ് കാര്യം? നാം കർത്താവ് പറയുന്നതല്ല അനുസരിക്കുന്നത്. അവർ പോകയിൽ തന്നെ ശുദ്ധരായി തീർന്നു. ഇന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തെ, സഹോദര, സഹോദരി, നിങ്ങൾ ഇന്ന് ഈ കുഷ്ഠരോഗത്തെക്കാൾ ഭീകരമായി കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ചില മാനസിക പ്രയാസങ്ങൾക്ക്, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക്, ജോലിയുടെ വിഷയങ്ങൾക്ക്, ആരോഗ്യ ബുദ്ധിമുട്ടുകൾക്ക്, കടബാധ്യതകൾക്ക്, നിയമക്കുരുക്കുകൾക്ക് അടിമകളായി ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോവുകയാണ്. ഇതിന് വിടുതൽ വേണമോ? ഈ കുഷ്ഠരോഗികൾ ചെയ്തതുപോലെ നമ്മുടേതായിട്ടൊന്നും കലർത്താതെ യേശു പറയുന്നത് അതുപോലെ അനുസരിച്ച് ഇന്ന് പകൽ യാത്ര തിരിച്ചാൽ നിശ്ചയമായും വിടുതലുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ കാരണം എവിടെയാണ്? നിങ്ങളെ വിട്ട് കടലുകൾക്കപ്പുറമാണോ? നിങ്ങളുടെ മകളുടെ വിവാഹത്തിന്റെ വിഷയമാണോ? ഒരു ജോലിയുടെ വിഷയമാണോ? കടബാധ്യതയാണോ? നിങ്ങളുടേതല്ലാത്ത പ്രശ്നത്തിൽ നിങ്ങൾ നീറി പുകയുകയാണോ? നിങ്ങളെ നിന്ദിച്ചും പരിഹസിച്ചും ദൂഷിച്ചും ശത്രു തട്ടഹസിച്ച് നിങ്ങൾക്കെതിരെ പലവിധ പദ്ധതികൾ ഒരുക്കുകയാണോ? ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. കാരണം നമ്മോട് കൂടെ ഉള്ളവൻ അവനോട് കൂടെ ഉള്ളവനേക്കാൾ ശക്തനാണ്, മതിയായവനാണ്, ബലവാനാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ച് അനുസരിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം ആരംഭിക്കുക. ആ 10 കുഷ്ഠരോഗികളും സൗഖ്യമായി.
ആ പുരോഹിതനെ അവർ കാണിക്കുവാനായിട്ടുള്ള യാത്രയിൽ അവർ സൗഖ്യമായി. ചുരുക്കത്തിൽ പുരോഹിതനെ അവർ കാണുന്നതിന് മുൻപേ അവർ വിശ്വസിച്ചതുപോലെ അവരിൽ വിടുതൽ നടന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം വിടുതൽ അയക്കട്ടെ. അസാധ്യമെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞ വിഷയം, നിങ്ങൾ തന്നെ സ്വയം ശപിച്ചു കഴിയുകയാണോ? എന്റെ കാര്യം ഇങ്ങനെയാണ്, അത് നടക്കുകയില്ല, ഒരിക്കലും ഈ കാര്യത്തിനൊരു നീക്കം വരികയില്ല. എന്റെ മകന്റെ കാര്യം, മകളുടെ കാര്യം, കുടുംബകാര്യം ഇങ്ങനെയാണ്, എനിക്കിതിനകത്തിൽ നിന്ന് ഒരു മാറ്റമില്ല, ഞാൻ ഇങ്ങനെ തീരുകയുള്ളൂ എന്ന് സ്വയം ശാപവാക്കുകൾ വർഷിച്ച് വേദനയിൽ കഴിയുന്ന ഏതെങ്കിലും വ്യക്തി ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുവോ? സഹോദര, നിങ്ങളുടെ യാത്രയിൽ തന്നെ വിടുതൽ തരുവാൻ മതിയായ ഒരു ദൈവം ജീവിക്കുന്നു. കൂടെയുള്ളവർ പരിഹസിച്ചോട്ടെ, നിന്ദിച്ചോട്ടെ, പഴിച്ചോട്ടെ, ഒറ്റപ്പെടുത്തിക്കൊള്ളട്ടെ, എന്നെ അറിയാവുന്ന, ഞാൻ അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നിടത്തോളം കാലം ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം എന്നാ? ആ 10 കുഷ്ഠരോഗികളും യേശു പറഞ്ഞത് കേട്ട് പുരോഹിതനെ കാണിച്ച് പുരോഹിതന്റെ സാക്ഷ്യപത്രം നേടുവാൻ പോയ യാത്രയിൽ വിടുതൽ പ്രാപിച്ചുവെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ബിസിനസിന്റെ വിഷയം, നിങ്ങളുടെ ഇൻവോയ്സ് പാസ്സാകാത്ത വിഷയം, നിങ്ങൾ ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നടപ്പാക്കാൻ പറ്റാതെ ആകമാനം കുഴങ്ങുകയാണോ, അഴലുകയാണോ? അതിന്മേൽ വിടുതൽ തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. ആകയാൽ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ കുഷ്ഠരോഗികളുടെ വിശ്വാസം നമ്മിൽ ഉണ്ടാവട്ടെ. കണ്ണുമടച്ച് വിശ്വസിക്കുക, ബാക്കിയൊക്കെ പിൻപിൽ എറിഞ്ഞുകളക. ആ 10 പേർക്കും വിടുതൽ കിട്ടി. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, 10 പേരില്ലായിരുന്നുവോ? അവരിൽ ഒരാൾ മാത്രം, അന്യജാതിക്കാരനായ ശമര്യക്കാരൻ മാത്രം മടങ്ങി വന്നു. അതെ, ഇന്ന് ലഭിക്കുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരായി തീരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നമുക്ക് കാര്യങ്ങളൊക്കെ സാധിച്ചു, വിടുതൽ കിട്ടി, സൗഖ്യം കിട്ടി, കുഞ്ഞുങ്ങളുടെ കാര്യം നടന്നു, കുടുംബകാര്യം നടന്നു, ബിസിനസ് ഒക്കെ ഓക്കെയായി. പിന്നെ പ്രാർത്ഥിച്ചവരെ, കൂടെ നിന്നവരെയും ഒക്കെ പുറകിൽ എറിഞ്ഞു കളയും. അതിന് നമ്മൾ ചില കാരണങ്ങൾ സ്വയം കണ്ടെത്തും, അല്ലെങ്കിൽ പിശാച് തക്കതായത് കൊണ്ടുതരും. പക്ഷേ യേശു ആ ശമര്യക്കാരനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി പോകാം. അതെ, ലഭിക്കുന്ന നന്മയ്ക്കനുസരിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. വന്ന വഴി മറക്കരുത് പ്രിയമുള്ളവരെ. ആ കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ മടങ്ങി വന്ന് നന്ദി കരേറ്റി. ഇന്ന് പകൽ ഈ കുഷ്ഠരോഗിയെ പോലെ വിടുതൽ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, എല്ലാ പോരായ്മകളും മാറി പൂർണ്ണ വിടുതലോടെ കർത്താവിനെ സേവിപ്പാനും നന്ദി കരേറ്റുവാനും ജീവജലത്തിന്റെ എന്റെ പ്രേക്ഷകരായ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാവട്ടെ. ഈ ദൈവത്തിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് ഏവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഒരു പുതിയ പകലും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനായി സ്തോത്രം. 10 കുഷ്ഠരോഗികൾ അവരുടെ കുറവ് അറിഞ്ഞ് ദൂരെ നിന്ന് നിലവിളിച്ചപ്പോൾ യേശു അവരുടെ നിലവിളി കേട്ട് നിങ്ങൾ പുരോഹിതന് നിങ്ങളെ തന്നെ കാണിപ്പാൻ പറഞ്ഞ് അവരത് കേട്ട് അനുസരിച്ച് യാത്രയിൽ തന്നെ വിടുതൽ പ്രാപിച്ച അത്ഭുത വിടുതലിന്റെ വാർത്ത ഇന്ന് ഞങ്ങളെ വാഗ്ദത്ത വചനത്തിൽ കൂടെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഇന്ന് ഞങ്ങൾ പല വിഷയങ്ങൾ കൂടെ കടന്നു പോകുന്നു, പല വേദനകൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. പുറത്ത് ഞങ്ങൾ ചിരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ ഉള്ളങ്ങൾ നീറുകയാണ്. എന്നാൽ ഞങ്ങൾ അങ്ങയുടെ വചനം കേട്ട് അനുസരിച്ച് മുൻപോട്ട് പോയാൽ ഞങ്ങളുടെ വഴിയാത്രയിൽ, അഥവാ ഇന്ന് തന്നെ
വിടുതൽ നൽകുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുവെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ ദൈവവചനം കേട്ട് ഏറ്റെടുത്ത് വിശ്വസിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇതിന്റെ മക്കളെ അനുഗ്രഹിക്കണം. സ്വർഗീയ വിടുതൽ അവരുടെ മേലയക്കണം. എല്ലാ നന്മകളാലും പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, 10 കുഷ്ഠരോഗികളും യേശു പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് പുരോഹിതനെ കാണിക്കുവാൻ യാത്രയായി. ആ യാത്രയിൽ വിടുതൽ പ്രാപിച്ചു. ആവർത്തിക്കട്ടെ, പുരോഹിതന് തങ്ങളെ തന്നെ കാണിക്കുന്നതിന് മുൻപ് തന്നെ കുഷ്ഠരോഗികൾ വിടുതലായി. ഇന്ന് പകൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം വിടുതൽ നൽകും, സൗഖ്യം നൽകും, വിമോചനം നൽകും. നിങ്ങളുടെ വിഷയം എത്ര അകലെയും എത്ര പഴക്കമേറിയതും എത്ര പ്രതികൂലമേറിയതുമായിക്കൊള്ളട്ടെ, കർത്താവ് മതിയായവനാ. 10 പേരെയും വിടുവിച്ച കർത്താവ് നിങ്ങളെയും വിടുവിക്കും. പക്ഷെ ഒരു കാര്യം മറക്കരുത്, വിടുതൽ കിട്ടുമ്പോൾ വിടുതൽ നൽകിയ കർത്താവിനെ മറക്കരുത്, നിന്ദിക്കരുത്. 10 പേരിൽ ഒരുവൻ മടങ്ങി വന്ന് കർത്താവിന് നന്ദി പറഞ്ഞതുപോലെ ലഭിക്കുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരായി, സ്തോത്രമുള്ളവരായി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.